നമസ്കാരം. സെൻട്രൽ GST അഡീഷണൽ കമ്മീഷണർ ജാർഖണ്ഡ് സ്വദേശി മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരുടെ അസ്വാഭാവിക മരണത്തിൽ പോസ്റ്റ്മോർട്ടം അതിനിർണായകമാകും. അമ്മയുടെ മരണം എങ്ങനെയാണെന്നതാകും കേസിൽ നിർണായകം. അമ്മയാണ് ആദ്യം മരിച്ചതെന്നാണ് സൂചന. അമ്മയെ കൊലപ്പെടുത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം മനീഷും ശാലിനിയും മരിച്ചുവെന്നാണ് ഒരു നിഗമനം. ഇതിനൊപ്പം അമ്മയ്ക്ക് സ്വാഭാവിക മരണം സംഭവിച്ച വേദനയിൽ രണ്ടുപേരും ആത്മഹത്യ ചെയ്തതിനും സാധ്യതയുണ്ട്. അമ്മയുടെ മൃതദേഹത്തിന് മുറിയിലുമായി 10 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അടുക്കളയിൽ സ്റ്റൗവിന് സമീപം കത്തിച്ചാരമായ നിലയിൽ കണ്ടെത്തിയ കടലാസുകൾ എന്താണെന്ന് വ്യക്തമല്ല. മോഷണ ശ്രമം നടന്നതിന്റെ സൂചനകളും വീട്ടിലില്ല. മനീഷിന്റേത് ആത്മഹത്യയാണെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെയും ശാലിനിയുടെയും മരണകാരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും. മനീഷിന്റെ കുറിപ്പിലാണ് ആത്മഹത്യ സ്ഥിരീകരണ തെളിവുള്ളത്. രോഗപീഡനങ്ങൾ ഉണ്ടായിരുന്ന മാതാവ് ശകുന്തളയുടെ മൃതദേഹം കട്ടിലിൽ വെള്ള പുതപ്പിച്ച് കെട്ടുന്ന നിലയിലായിരുന്നു. ചുറ്റും പൂക്കൾ വിതറിയിട്ടുണ്ട്. ഇവർ പൂക്കൾ വാങ്ങിയിരുന്നതിന്റെ ബില്ലുകൾ വീട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബില്ലിലെ തീയതി 14 അതായത് അമ്മ 14 തീയതി മരിച്ചിരിക്കാമെന്നാണ് നിഗമനം. അതിനുശേഷം മക്കൾ രണ്ടുപേരും പൂക്കൾ വാങ്ങി അന്ത്യകർമ്മം ചെയ്തു. അതിനുശേഷം അവരും അമ്മയുടെ വഴി മരണത്തിലേക്ക് പോയി. അമ്മയുടെ തലയിൽ മുറിവുണ്ടെന്നും സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ ആ മുറിവിന് പിന്നിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനീഷും ശാലിനിയും മരിച്ച സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുത കണ്ടെത്താൻ പോലീസിന് വലിയ വെല്ലുവിളിയാകും. ബാഹ്യ ഇടപെടലൊന്നും ആ വീട്ടിലുണ്ടായിട്ടില്ലെന്നാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നത്. വീട്ടിൽ സ്ഥിരമായി പൂജകൾ നടത്തിയിരുന്നു. പുറം ലോകവുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. കോഴിക്കോട് കസ്റ്റംസ് പ്രിവിലേജ് ജോയിന്റ് കമ്മീഷണറായി ജോലി ചെയ്യുമ്പോൾ ബീച്ചിലുള്ള സ്റ്റാഫ് വില്ലയിലാണ് താമസിച്ചിരുന്നത്. 1.5 മാസം മുൻപ് കൊച്ചിയിൽ മനീഷിന് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അനുവദിച്ചപ്പോൾ കോഴിക്കോട്ടെ വില്ല ഒഴിയേണ്ടി വന്നപ്പോഴാണ് ശാലിനിയും ശകുന്തളയും മനീഷും 114 നമ്പർ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങിയത്. ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. മനീഷിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് US വിജയ് മരിച്ചിരുന്നു. ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ശാലിനിക്ക് ജോലിയുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ 15-ന് ജാർഖണ്ഡ് CBI പ്രത്യേക കോടതിയിൽ ഹാജരാവാനുള്ള സമൻസ് ലഭിച്ചിരുന്നു. ഈ ദിവസങ്ങളിലാണ് മനീഷ് അവധിയെടുത്തത്. സഹോദരിയുടെ ആവശ്യത്തിന് നാട്ടിലേക്ക് പോകുമെന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ ലീവ് കഴിഞ്ഞിട്ട് മനീഷ് ജോലിക്ക് എത്താതിരുന്നപ്പോഴാണ് അന്വേഷണം തുടങ്ങിയത്. തുടർന്ന് മൂവരും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്. വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.